തട്ടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അത് നഷ്ടപ്പെടാനും പാടില്ല, തട്ടത്തിന് വേണ്ടി വാദിച്ചിട്ടും അത് നഷ്ടപ്പെടാൻ പാടില്ല. ഒരു കുട്ടി തട്ടിട്ട് പോയത് കൊണ്ട് ഭയങ്കര പ്രശ്നമായിടൂ. അതൊരു ചെറിയ കുട്ടി തട്ടിട്ട് പോയ എന്താ പ്രശ്നം? അത് വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? ഇജന്നെ പറയും. നിങ്ങൾ കോടതിയിൽ എത്തിരുന്ന പറയുന്നത്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന എന്താ ചങ്ങായി? ഇജ് ആലോചിച്ച് നോക്കുക. ഇജാതി ഓരോ സാധനങ്ങൾ കിട്ടിയാലേ കുറച്ച് എരുമ്പുളിയും ചേർത്ത് നാടിൻ്റെ സമാധാനം കളയാൻ കുറച്ച് നാറികളുണ്ട്. ഓർക്ക് പുതിയ ആയുധമായി. അത് പോയി ചില ആൾക്കാരെ മതവികാരം വ്രണപ്പെടുത്തറ. ഈ പറഞ്ഞ ആൾക്കാരെ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഇതൊക്കെ പഠിപ്പിക്കും. ഇതൊക്കെ സയൻസ് അല്ലേ, ശാസ്ത്രമല്ലേ? ഇതൊക്കെ ലോകത്തെ സകല മതവിശ്വാസങ്ങൾക്കെതിരാണ്. പരിണാമ സിദ്ധാന്തം, പ്രപഞ്ചോൽപത്തി ഇതൊക്കെ ഏതെങ്കിലും മതവുമായിട്ട് യോജിക്കുന്നതാണോ? ഇന്നതൊക്കെ പഠിച്ചിട്ട് ഇവർ പരീക്ഷ എഴുതും. അപ്പോൾ ഇവരെ മതവും വ്രണപ്പെടൂല, ഒന്നും വ്രണപ്പെടൂല. അവിടെ ഓർക്ക് വേണ്ടത് എഞ്ചിനീയർ ആവുക, ഡോക്ടർ ആവുക, അതാണ്. ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പല്ലേ? അതിപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തട്ടിടുക, അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ തട്ടിട്ട് സ്കൂളിൽ പോവുക, അതൊക്കെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് നിഷേധിക്കുന്നത് തെറ്റുമാണ്. അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട അവകാശങ്ങൾ തന്നെയാണെന്നാണ് എൻ്റെയും വിശ്വാസം. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാ മതങ്ങളിലും ഉണ്ട് ഒരു ന്യൂനപക്ഷം. അവർ തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ മതിയാവും. അവരത് തന്നെ അങ്ങോട്ട് ഊതിപ്പെരിപ്പിച്ചു വലുതാക്കി മറ്റുള്ള ആളുകളിലേക്ക് മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് അതിന് വേറൊരു രീതിയിലേക്ക് തലത്തിലേക്ക് മാറും. നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് കാര്യങ്ങളിൽ വ്രണപ്പെടുക, മറ്റുള്ള കാര്യങ്ങൾ വ്രണപ്പെടാണ്ടിരിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, ആ ഒരു രീതി ശരിയല്ല. നമ്മുടെ നാടിൻ്റെ സമാധാനവും നമ്മുടെ നാടിൻ്റെ മതേതരത്വവും അത് നിലനിർത്തൽ അത്യാവശ്യമാണ്. തട്ടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അത് നഷ്ടപ്പെടാനും പാടില്ല, തട്ടത്തിന് വേണ്ടി വാദിച്ചിട്ടും അത് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ മലയാളികളാണ്, കേരളമാണ്, മതേതരത്വമാണ് നമ്മുടെ മുഖമുദ്ര.